തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചിട്ടും തടി കുറയുന്നില്ല, ഭയങ്കര ക്ഷീണം, എപ്പോഴും ഒരു ഉന്മേഷക്കുറവ്, ഇതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തായിരിക്കും ഇതിന് കാരണം? ഒന്നുമല്ല, നിങ്ങൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളായിരിക്കും ഇവിടെ വില്ലനാകുന്നത്. അപ്പോൾ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഭക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കഴുത്തിലുള്ള തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺ കുറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പതുക്കെയാകും. അപ്പോൾ എന്താകും? ശരീരം എല്ലാത്തിനും ഒന്ന് മടിക്കും, പെട്ടെന്ന് തടി കൂടും, എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടും. ഇനി ഈ ഹോർമോൺ കൂടിയാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര വേഗത്തിലാകും. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയാൽ നമ്മുടെ ശരീരം ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് മെലിയും. അപ്പോഴും ഹൃദയമിടിപ്പിലൊക്കെ ഒരു മാറ്റം വരും. ചിലർക്ക് ഹൃദയമിടിപ്പിൻ്റെ വേഗതയിലൊക്കെ ഒരു മാറ്റം വരും. മെറ്റബോളിസത്തിലും പ്രശ്നങ്ങൾ വരും. ചിലർക്ക് ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് ഭയങ്കര മൂഡ് സ്വിംഗ് ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഈ രണ്ട് വിഷയത്തിലും ഭക്ഷണം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഉപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം, നല്ലതാണെന്ന് കരുതി നമ്മളെല്ലാവരും നല്ല പലരും വീട്ടിൽ ഉപയോഗിക്കുന്നത് പിങ്ക് സോൾട്ടും ഹിമാലയൻ ബ്ലാക്ക് സോൾട്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ അയഡിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടില്ല. നമ്മുടെ ഹോർമോൺ ഗ്ലാൻഡ് പ്രവർത്തിക്കാൻ അയഡിൻ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അയഡൈസ്ഡ് ചെയ്ത ഉപ്പ് മാത്രം വീട്ടിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി പച്ചക്കറികളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ഈ 3 ഭക്ഷണങ്ങളും തൈറോയിഡ് ഉള്ളവർക്ക് അത്രത്തോളം നല്ലതല്ല. ഇവ ഹെൽത്തിയാണ്, പക്ഷേ പച്ചയ്ക്ക് കഴിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് തൈറോയിഡ് ഉള്ളവർ പച്ചയ്ക്ക് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ഗോയിട്രോജൻ എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഈ ഘടകം ശരീരം അയഡിൻ ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് എപ്പോഴും വേവിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ വല്ലപ്പോഴുമൊക്കെ സാലഡിലൊക്കെ ചേർത്ത് പച്ചയ്ക്ക് കഴിക്കാം. പക്ഷേ നിങ്ങളുടെ ഡോക്ടറോട് നിർദ്ദേശം തേടിയ ശേഷം മാത്രം അത് ചെയ്യുക. സ്ഥിരമായി പച്ചയ്ക്ക് കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി സോയ ഉൽപ്പന്നങ്ങളാണ് അടുത്ത വില്ലൻ. അതായത് സോയ ചങ്ക്സ്, ടോഫു, സോയ മിൽക്ക്, ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ അയഡിൻ്റെ പ്രവർത്തനത്തെയൊക്കെ തടസ്സപ്പെടുത്തും. അതായത് നമ്മൾ തൈറോയിഡിനുള്ള മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ ആഗിരണം, മരുന്നിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഇതൊരു തടസ്സമാകും. ഇനി സോയ ഉൽപ്പന്നങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ തൈറോയിഡിനുള്ള മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്ന് കഴിച്ച് 4 മണിക്കൂറിന് ശേഷം മാത്രം സോയ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണം മൈദയും ഗോതമ്പുമാണ്. പ്രത്യേകിച്ച് ബ്രെഡ്, ബിസ്ക്കറ്റ്, വൈറ്റ് ബ്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ ഈ ഭക്ഷണങ്ങളൊക്കെ വളരെയധികം ദോഷം ചെയ്യും. ഗോതമ്പിലടങ്ങിയ പ്രോട്ടീൻ ചിലപ്പോൾ ഇൻഫ്ലമേഷനെല്ലാം കാരണമാകും. തൈറോയിഡിനൊപ്പം തന്നെ വയർ വീർക്കുന്ന പ്രശ്നവും ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗോതമ്പും മൈദയും ഒഴിവാക്കി നോക്കിയാൽ നല്ല മാറ്റങ്ങൾ കാണും. ഇനി ശ്രദ്ധിക്കേണ്ടത് റിഫൈൻ ചെയ്ത പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റുകളും ഒഴിവാക്കാനാണ്. അതായത് ബിസ്ക്കറ്റുകൾ, വൈറ്റ് ബ്രെഡ്, പാക്ക് ചെയ്ത സിറിയലുകൾ, പിന്നെ ബേക്കറി പലഹാരങ്ങൾ, ഇവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇവയൊക്കെ കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ലെവൽ കൂടാൻ കാരണമാകും. അപ്പോൾ ഇൻസുലിൻ ലെവൽ കൂടിയാൽ അത് നമ്മുടെ ശരീരത്തിലുള്ള അയഡിനെ ആക്റ്റീവ് ഫോമിൽ നിന്ന് ഇനാക്റ്റീവ് ഫോമിലേക്ക് മാറ്റും. അപ്പോൾ ഈ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഡയറ്റിൽ എന്തെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി നിർബന്ധമായും കൂടി ആലോചിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും തൈറോയിഡുള്ള നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും എല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കും ഹാപ്പിയസ്റ്റ് ഹെൽത്തിൻ്റെ മലയാളം വെബ്സൈറ്റും നിങ്ങൾക്ക് സന്ദർശിക്കാം.